Hi guys, you are watching KP's Tally class. It's me KP Rashik. ഈ വീഡിയോ ട്യൂട്ടോറിയലിലൂടെ എങ്ങനെ ടാലിയിൽ ജി എസ് ടി ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിന് മുന്നേയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഞാൻ പാർട്ടുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഈസി റെഫറൻസിന് വേണ്ടിയിട്ട് ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എക്സലിൽ തന്നെ സെക്ഷനായിട്ടും റൂൾസായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, എങ്ങനെ ജി എസ് ടി ഡീറ്റെയിൽസ് ടാലിയിൽ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിന് ചെയ്യേണ്ടത് ഒരു ടാലിയിൽ ഒരു കമ്പനി വേണം. ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറണ്ട് പീരീഡ് 2021 ഫൈനാൻഷ്യൽ ഇയർ ആണ്. ഓക്കെ, ഈ ടാലിയിൽ ഇതുവരെ ഡാറ്റാസ് ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത്. അത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആദ്യം F11 ഫീച്ചറിൽ ക്ലിക്ക് ചെയ്യുക. F11 ഫീച്ചറിൽ നിന്ന് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്നുള്ളത് നിങ്ങൾക്കിവിടെ കാണാം. സോ ഞാനിവിടെ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എടുത്തു. എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ളടുത്ത് യെസ് കൊടുത്തു. അതേപോലെ സെറ്റ് ആൾട്ടർ ആൻഡ് ജി എസ് ടി ഡീറ്റെയിൽസ് എന്നുള്ളടുത്ത് വീണ്ടും യെസ് കൊടുത്തു. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ജി എസ് ടി ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മളിവിടെ കൊടുക്കണം ഏതാണ് സ്റ്റേറ്റ്. ഇവിടെ കേരളയാണ്. ഞാൻ കമ്പനി ക്രിയേറ്റ് ചെയ്തപ്പോൾ കേരളയാണ് കൊടുത്തത്. സോ അതുകൊണ്ടാണ് ഇവിടെ കേരളയിൽ ഇവിടെ നിൽക്കുന്നത്. സോ ഞാൻ കേരള സെലക്ട് ചെയ്തു. രജിസ്ട്രേഷൻ ടൈപ്പ് രണ്ടെണ്ണം ഉണ്ട്, റെഗുലർ ഉണ്ട്, കോമ്പോസിഷൻ ഉണ്ട്. ആദ്യം എന്താണ് കോമ്പോസിഷൻ എന്തെന്ന് നോക്കാം. സോ ഞാൻ കോമ്പോസിഷൻ ക്ലിക്ക് ചെയ്തു. കോമ്പോസിഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ യെസ് കൊടുക്കുന്നു. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടാലിയുടെ ഹെൽപ്പ് നമുക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ടാലി ഇവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് റെഗുലർ ടു കോമ്പോസിഷൻ എന്നുള്ള ഒരു സർവീസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് വേണ്ട, നമുക്ക് നേരെ ടാലിയിലേക്ക് തന്നെ പോകാം. സോ അസസി ഓഫ് അതർ ടെറിട്ടറി എന്നുള്ളത് സപ്പോസ് കേരളത്തിലെ ഏതെങ്കിലും സെസ് യൂണിറ്റിലാണോ ഈ ഒരു കമ്പനി ക്രിയേറ്റ് ഉള്ളത് എന്നതാണ് ചോദിക്കുന്നത്. അല്ല. സോ ഞാൻ നോ കൊടുത്തു. ജി എസ് ടി ആപ്ലിക്കബിൾ ഫ്രം അത് ഈ ആപ്ലിക്കബിലിറ്റി ഓഫ് ഡേറ്റ് നമുക്ക് ജി എസ് ടിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ജി എസ് ടി സർട്ടിഫിക്കറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് മുതലാണ് ആപ്ലിക്കബിൾ എന്നുള്ളതെല്ലാം. സോ ഞാനിവിടെ നമുക്ക് സപ്പോസ് നമ്മുടെ ജി എസ് ടി സർട്ടിഫിക്കറ്റിൽ 1 ഏപ്രിൽ തന്നെയാണ് ജി എസ് ടിയുടെ എനേബിളായ ഡേറ്റ് എന്നെങ്കിൽ ഞാൻ ജി എസ് ടി ആപ്ലിക്കബിൾ ഫ്രം എന്നുള്ളത് 1 ഏപ്രിൽ 2020 കൊടുക്കുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്നാണുള്ളത് അന്ന് കൊടുക്കുക. സോ ജി എസ് ടി ആയ നമ്പറാണ് അടുത്ത് ചോദിക്കുന്നത്. സോ 1 ഏപ്രിൽ 2020 എന്ന് എൻ്റർ ചെയ്തു. അതിനുശേഷം ജി എസ് ടി IN കൊടുക്കണം. ഞാനിവിടെ കേരളത്തിലായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കമ്പനിയുടെ ഫേക്ക് ആയിട്ടുള്ളൊരു കമ്പനി നെയിം കൊടുക്കുന്നു. ഒരു ഫേക്ക് ആയിട്ടുള്ള ജി എസ് ടി എന്നാണിത്. കൊടുത്തു. അതിനുശേഷം എൻ്റർ ചെയ്യുന്നു. അപ്പോൾ വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ എൻ്റർ ചെയ്തു. ടാക്സ് റേറ്റ് ഫോർ ടാക്സബിൾ ടേൺ ഓവർ. ഇത് നമുക്കറിയാം നിങ്ങൾക്ക് കോമ്പോസിഷൻ ഡീലേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ട്രേഡിംഗ് ആണ്, ഗുഡ്സ് ട്രേഡിംഗ് ആണ് എന്നുണ്ടെങ്കിൽ സെക്ഷൻ 10 GST ആക്ടിലെ സെക്ഷൻ 10 റെഫർ ചെയ്യാം. നിങ്ങൾ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്നിട്ടാണ് നിങ്ങൾ കോമ്പോസിഷൻ എടുത്തതെങ്കിൽ നോട്ടിഫിക്കേഷൻ നമ്പർ 2/2019 ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. ടാക്സ് റേറ്റ് ഫോർ ടാക്സബിൾ ടേൺ ഓവർ 3 റേറ്റാണ് നോർമലി ഉള്ളത്. ഒന്ന് 5% ഫോർ റെസ്റ്റോറൻറ്റ് സർവീസ്, 1% ഫോർ മാനുഫാക്ചറേഴ്സ് ആൻഡ് അതർ ട്രേഡേഴ്സിന് 1% ആണ്. സോ ഞാൻ സപ്പോസ് നമ്മളിവിടെ ട്രേഡേഴ്സ് അതർ ട്രേഡേഴ്സ് ആണെന്ന് വെക്കുക, റെസ്റ്റോറൻറ്റും മാനുഫാക്ചറിങ് അല്ല. സോ അവിടെ 1% തന്നെയാണ് വരേണ്ടത്. സോ 1% ആയിട്ട് എൻ്റർ ചെയ്തു. പിന്നെ ബേസിസ് ഫോർ ടാക്സ് കാൽക്കുലേഷൻ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ടാക്സബിൾ, എക്സംപ്റ്റ് ആൻഡ് നിൽ റേറ്റഡ് സർവീസ്. നമുക്കറിയാം കോമ്പോസിഷൻ ഡീലേഴ്സ് ഫയൽ ചെയ്യേണ്ടത് CMP 080 എന്ന് പറഞ്ഞൊരു ഫോമാണ്. അതിൽ 1% അതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റെസ്റ്റോറൻറ്റ് സർവീസ് മാനുഫാക്ചറിങ് ആണെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഗുഡ്സിനും അഥവാ എല്ലാ സപ്ലൈസിനും അഥവാ അഗ്രിഗേറ്റ് ടേൺ ഓവറിലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. എന്നാൽ അതർ ട്രേഡേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ടാക്സബിൾ വാല്യൂ, അതായത് നമ്മൾ ടാക്സ് ഉള്ള ഗുഡ്സ് വിറ്റതിന് മാത്രം ടാക്സ് അടച്ചാൽ മതി. സോ ഞാനിവിടെ അതർ ട്രേഡേഴ്സ് ആയതുകൊണ്ട് ടാക്സബിൾ വാല്യൂ എടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഇ വേവിൽ ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കുന്നത്. ഇ വേവിൽ നമുക്കറിയാം 50,000 എബവ് നമുക്ക് വാല്യൂ കൺസൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഗുഡ്സ് ട്രാൻസ്പോർട്ട് കൺവെയൻസിലാണെങ്കിൽ നമുക്ക് ഇ വേവിൽ വേണം. ഇനി ഇ വേവിൽ 50,000 താഴെയാണെങ്കിലും വേണ്ടി വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇൻറ്റർസ്റ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ബൈ പ്രിൻസിപ്പൽ ജോബ് വർക്ക്, അതേപോലെ തന്നെ ഇൻറ്റർസ്റ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ബൈ ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ബൈ പേഴ്സൺ എക്സംപ്റ്റഡ് ഫോർ ഒബ്റ്റെയിനിങ് രജിസ്ട്രേഷൻ. 2 ഓപ്ഷനാണുള്ളത്. സോ ഞാനിവിടെ എനിക്ക് GST ഇ വേബിൽ ആപ്ലിക്കബിൾ ആണ്. സോ ഞാൻ യെസ് കൊടുത്തു. GST ആപ്ലിക്കബിൾ ഫ്രം 1 ഏപ്രിൽ 2020. ഇൻവോയ്സ് വാല്യൂ ആണുള്ളത്. നമുക്കറിയാം, അത് നിങ്ങൾക്ക് കൂടുതൽ ഇ വേബിലിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മതി. ഓക്കെ, ഇൻവോയ്സ് വാല്യൂ ഇവിടെ ഇൻവോയ്സ് വാല്യൂ കൊടുക്കുന്നു.
ത്രഷോൾഡ് ലിമിറ്റ് 50,000 ആണ്, നമുക്കറിയാം 50,000 ആണ്. ഈ വെബിൽ റൂൾസിൽ നോക്കിയാൽ കാണാൻ പറ്റും. ആപ്ലിക്കബിൾ ഫോർ ഇൻട്രാസ്റ്റേറ്റ്. ഇൻട്രാസ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സപ്പോസ് കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ഈ GST ഈ വെബിൽ വേണമെന്നാണ്. നമുക്ക് വേണോ, യെസ് കൊടുത്തു. ത്രഷോൾഡ് ലിമിറ്റ് 50,000 തന്നെയാണ്. എനേബിൾ ടാക്സ് റേറ്റ് ഫോർ പർച്ചേസ് എന്നുള്ളത് നമ്മളിവിടെ യെസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ അവിടെ റേറ്റ് വരുള്ളൂ. സോ ഞാനവിടെ യെസ് കൊടുക്കുന്നു. ഓക്കെ, ഇത് ഞാൻ ഈ ഒരു ഫോം ആക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ കോമ്പോസിഷൻ ഡീറ്റെയിൽസ് ആണ് പിന്നെയുള്ള വൗച്ചർ എൻട്രി ക്രിയേഷൻ സ്ക്രീനിലൊക്കെ വരിക. ഞാനിവിടെ നോ കൊടുക്കുന്നു. നമുക്കിനി എന്താണ് നോർമൽ ട്രേഡേഴ്സ് എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഞാനിവിടെ വീണ്ടും പോകുന്നു. സെറ്റ് ആൾട്ടർ GST യെസ് കൊടുത്ത് എൻ്റർ ചെയ്തു. നേരത്തെയുള്ള സ്ക്രീൻ തന്നെയാണ് ഇതുള്ളത്. ഓക്കെ, വീണ്ടും കേരള കൊടുത്തു. രജിസ്ട്രേഷൻ ടൈപ്പ് ഇവിടെ ഞാൻ നേരത്തെ കോമ്പോസിഷനാണ് പരിചയപ്പെടുത്തിയത്, ഇവിടെ റെഗുലറാണ്. സോ റെഗുലർ കൊടുത്തു. അസസി ഓഫ് അതർ ടെറിട്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് സപ്പോസ് നമ്മൾ കേരളത്തിൽ രജിസ്ട്രേഷൻ എടുത്ത് നമ്മൾ സെസ് യൂണിറ്റ് സ്പെഷ്യൽ ഇക്കണോമിക് സോണിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അസസി ഓഫ് അതർ ടെറിട്ടറി എന്നുള്ളത് യെസ് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ നോ കൊടുത്തു. GST ആപ്ലിക്കബിൾ ഫ്രം നേരത്തെ പറഞ്ഞ പോലെ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും ഡേറ്റ്, ആ ഡേറ്റ് കൊടുക്കുക. GST അതിനൊരു ഫേക്ക് ആയിട്ടുള്ളൊരു GST കൊടുക്കുന്നു. ഫേക്ക് ആയിട്ടുള്ള GST ആണ് കൊടുക്കുന്നത്. നിങ്ങൾ കറക്റ്റ് GST നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിന്ന് കൊടുക്കുക. അതേപോലെ പീരിയോഡിസിറ്റി ഓഫ് GSTR1 ഇവിടെ മന്ത്ലി ഉണ്ട്, ക്വാർട്ടർലി ഉണ്ട്. നമുക്കറിയാം അപ് ടു 1.5 crore ആണ് ആനുവൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ പ്രീവിയസ് ഇയർ എങ്കിൽ ക്വാർട്ടർലി നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ മന്ത്ലി തന്നെയാണ് ഫയൽ ചെയ്യുന്നത്. സോ മന്ത്ലി എടുക്കുക. നിങ്ങൾ ക്വാർട്ടർലി ആണെങ്കിൽ ക്വാർട്ടർലി സെലക്ട് ചെയ്യാം. ഞാനിവിടെ മന്ത്ലി സെലക്ട് ചെയ്തു. ഈ വെബിൽ ആപ്ലിക്കബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, എനിക്ക് ഈ വെബിൽ ആപ്ലിക്കബിൾ ആണ്. ആപ്ലിക്കബിൾ ഫ്രം ഡേറ്റ് കൊടുക്കുക, ഇൻവോയ്സ് വാല്യൂ കൊടുക്കുക. ഇൻവോയ്സ് വാല്യൂ സെലക്ട് ചെയ്യുക. ത്രഷോൾഡ് ലിമിറ്റ് 50,000 ആണ്. ആപ്ലിക്കബിൾ ഫോർ ഇൻട്രാസ്റ്റേറ്റ്, യെസ് ഇൻട്രാസ്റ്റേറ്റിന് ആപ്ലിക്കബിൾ ആണ്. ത്രഷോൾഡ് ലിമിറ്റ് 50,000 ആണ്. നമുക്ക് കേരള ഫ്ലഡ്സ് ആസ് ആപ്ലിക്കബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ കമ്പനി കേരളത്തിലാണുള്ളത്. മാത്രമല്ല എനിക്ക് നമുക്കറിയാം കേരള ഫ്ലഡ്സിൻ്റെ റൂൾസ് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കേരള ഫ്ലഡ്സസ് റൂൾസ് 2019 എന്ന് ഗൂഗിൾ ചെയ്താൽ കൂടുതൽ അറിയാൻ പറ്റും. നമുക്കറിയാം കേരള ഫ്ലഡ്സസ് എല്ലാ സർവീസിനും കേരള ഫ്ലഡ്സസ് ഉണ്ട്. അതേപോലെ ഗുഡ്സിനാണെങ്കിൽ 5% ആണെങ്കിൽ ഇല്ല, ബാക്കിയുള്ള 12%, 18%, 28%-നൊക്കെ ടാക്സ് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, എനിക്കിവിടെ കേരള ഫ്ലഡ്സസ് ആപ്ലിക്കബിൾ ആണ്, യെസ് കൊടുക്കുന്നു. ആപ്ലിക്കബിൾ ഫ്രം എന്നുള്ളത് GST രജിസ്ട്രേഷൻ ഡേറ്റുള്ള അന്ന് മുതൽ തന്നെ കൊടുക്കുന്നു. എനേബിൾ ടാക്സ് ലയബിലിറ്റി ഓൺ അഡ്വാൻസ് റിസീപ്റ്റ് എന്നുള്ളിടത്ത് യെസും നോയും കൊടുക്കാം. നമുക്കറിയാം ആദ്യം ഗുഡ്സിനും സർവീസിനും നമ്മൾക്ക് സർവീസിന് അല്ലെങ്കിൽ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്തതിന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും എമൗണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം GSTR1 ഫയൽ ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സർവീസിന് മാത്രമാണുള്ളത്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രം. ഞാനിവിടെ ഗുഡ്സ് ട്രേഡ് ചെയ്യുന്നൊരു കൺസേൺ ആയതുകൊണ്ട് ഞാനിവിടെ നോ കൊടുക്കുന്നു. നിങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഓക്കെ, ഞാൻ നോ കൊടുത്തു. എനേബിൾ ടാക്സ് ലയബിലിറ്റി ഓൺ റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിലിറ്റി ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, റിവേഴ്സ് ചാർജ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ 9 സബ്സെക്ഷൻ 3 and 9 സബ്സെക്ഷൻ 4 GST Act നോക്കുക. അതേപോലെ തന്നെ സെക്ഷൻ 5 സബ്സെക്ഷൻ 3 and 4 GST Act നോക്കിയാൽ നിങ്ങൾക്ക് റിവേഴ്സ് ചാർജ് കറക്റ്റ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. എനിക്കിവിടെ റിവേഴ്സ് ചാർജ് വരുന്ന ഓപ്ഷൻസ് ഉണ്ട്. സോ ഞാനിവിടെ യെസ് കൊടുക്കുന്നു. സെറ്റ് ആൾട്ടർ GST റേറ്റ് ഡീറ്റെയിൽസ്, ഇവിടെ നോയും കൊടുക്കാം യെസ്സും കൊടുക്കാം. ഞാൻ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് ഞാനിവിടെ യെസ് കൊടുക്കുന്നു. ഇവിടെ യെസ് കൊടുത്താൽ നമുക്കിവിടെ കാണാൻ പറ്റും GST ഡീറ്റെയിൽസ് ഫോർ കമ്പനി. ഈ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ മൊത്തത്തിലാണ്. സോ സപ്പോസ് ഞാനിവിടെ ഡീൽ ചെയ്യുന്നത് സപ്പോസ് ഒരു ഗുഡ്സ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഈ ഒരു റേറ്റ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഗുഡ്സ് സെല്ല് ചെയ്യുന്നത് സപ്പോസ് വ്യത്യസ്ത രീതിയിൽ, അതായത് വ്യത്യസ്ത റേറ്റ്, ഫോർ എക്സാമ്പിൾ 5%, 12%, 18% ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്താൽ ബുദ്ധിമുട്ടാകും. സോ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്നില്ല. നമുക്ക് സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ അണ്ടറിൽ നമുക്ക് റേറ്റ് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒന്നും കൊടുക്കുന്നില്ല. സോ ബാക്ക് എസ്കേപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ സെറ്റ് ആൾട്ടർ GST റേറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് നോ തന്നെ കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു. എനേബിൾ GST ക്ലാസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ യെസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ, നമുക്ക് ഓരോരോ വൗച്ചർ ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷൻസ് വരും. ഇൻ്റർസ്റ്റേറ്റ് ആണോ, ടാക്സബിൾ ആണോ, നിൽ റേറ്റഡ് ആണോ എന്നുള്ളതൊക്കെ. ഞാനിവിടെ യെസ് കൊടുക്കുന്നു. എനിക്ക് ക്ലാസിഫിക്കേഷൻ വേണം. ക്ലാസിഫിക്കേഷൻ ഉണ്ടായാലേ നമുക്ക് ഫർദർ റീകൺസിലേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ് കൊടുത്തു. പ്രൊവൈഡ് LUT ഓർ ബോണ്ട് ഡീറ്റെയിൽസ് എന്നുള്ളത് എക്സ്പോർട്ടേഴ്സിൻ്റെ കേസിലാണ്. 0 റേറ്റഡ് സപ്ലൈസ് ഉള്ളത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സെസ് സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കോ അതേപോലെ തന്നെ പുറത്തേക്കോ, അതായത് ഔട്ട്സൈഡ് ഇന്ത്യയിലേക്കോ എക്സ്പോർട്ട് ചെയ്യുമ്പം
നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാം, വിത്ത് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, വിത്തൗട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, വിത്ത് LUT. സോ അവിടെ LUT നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ LUT യെസ് കൊടുക്കുക. യെസ് കൊടുത്താൽ ഇവിടെ ബോണ്ട് നമ്പർ ചെയ്താൽ വാലിഡിറ്റി 1 വർഷമാണ് ഉണ്ടാവല്. അപ്പോൾ അത് കൊടുക്കാം. ഞാനത് ഇല്ല കൊടുക്കുന്നില്ല. സോ ബാക്ക് അടിക്കുന്നു. LUT എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ നോ കൊടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ ഓക്കെ, ഇനി ഈ ഒരു സ്ക്രീൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഈ സ്ക്രീൻ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റർ അടിച്ച് പോവാം, അല്ല എന്നുണ്ടെങ്കിൽ കീബോർഡിൽ നിന്ന് Ctrl A പ്രസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്നുള്ള GST നമ്മുടെ ഈ കമ്പനി KP റാഷിക് ആൻഡ് കമ്പനി എന്ന ഈ കമ്പനിയിൽ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞു എൻ്റെ ഗുഡ്സ്, എൻ്റെ ഒരു ട്രേഡിംഗ് കൺസേൺ ഒന്നിലധികം ഗുഡ്സ് സെല്ല് ചെയ്യുന്നുണ്ട് പല റേറ്റുകളായിട്ട്. സോ എനിക്കത് സെറ്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ചെയ്യേണ്ടത്, എൻ്റെ ഗുഡ്സ് ഇതാണ്, ക്ലോത്തിങ് ഉണ്ട്, സിമെൻറ്റ്സ് ഉണ്ട്. ഞാൻ രണ്ട് വ്യത്യസ്ത ഐറ്റമുള്ള രീതിയിൽ എടുത്തതാണ്. നമുക്കറിയാം സിമെൻറ്റും ക്ലോത്തും ഒരിക്കലും മാച്ച് ആവുന്നില്ല. ഓക്കെ, ഞാൻ അങ്ങനെ എടുത്തതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ക്ലോത്തിങ് ആണ് എൻ്റെ ഫസ്റ്റ് സ്റ്റോക്ക് ഐറ്റം. അത് നോക്കാം. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ ഇൻവെൻട്രി ഇൻഫോ വേണം. ഇൻവെൻട്രി ഇൻഫോ എനേബിൾ നിങ്ങൾക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ F11 ഫീച്ചറിൽ പോയിട്ട് ഇൻവെൻട്രി ഫീച്ചറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇൻറ്റഗ്രേറ്റ് അക്കൗണ്ട്സ് ഇൻവെൻട്രി, ഇവിടെ യെസ് കൊടുക്കണം, എന്നാലേ ഇൻവെൻട്രി ഇൻഫോ കിട്ടുള്ളൂ. സ്റ്റോക്ക് ഗ്രൂപ്പും സ്റ്റോക്ക് ഐറ്റവും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ യെസ് ആണുള്ളത്. ഓക്കെ, ഞാൻ ബാക്ക് അടിക്കുന്നു. ബാക്ക് അടിച്ചിട്ട് വീണ്ടും ഇൻവെൻട്രി ഇൻഫോ തന്നെ എടുക്കുന്നു. ഇൻവെൻട്രി ഇൻഫോയിലാണ് സ്റ്റോക്ക് ഗ്രൂപ്പും സ്റ്റോക്ക് ഐറ്റം എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാണ്. സോ ഇൻവെൻട്രി ഇൻഫോ എടുക്കുന്നു, ഒരു സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നു. സിംഗിൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നു. എനിക്കറിയാം ഫസ്റ്റ് ഗുഡ്സ് ക്ലോത്തിങ് ആണുള്ളത്. സോ ഞാൻ ക്ലോത്തിങ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ക്ലോത്തിങ് ആണ് സ്റ്റോക്ക് ഐറ്റം. നിങ്ങൾ പ്രൈമറി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ജെൻസ് ക്ലോത്തിങ് ആണെങ്കിൽ ജെൻസ് ക്ലോത്തിങ് എന്നൊക്കെ കൊടുക്കാം. യൂണിറ്റ്സ് കൊടുക്കേണ്ടത് നമുക്ക് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ഉണ്ടാവും ക്ലോത്തിങ്ങിന്. സോ ഞാനിവിടെ Alt C ക്ലിക്ക് ചെയ്താൽ യൂണിറ്റ്സ് കൊടുക്കാം. Alt C ക്ലിക്ക് ചെയ്താൽ അവിടെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് വരുത്താം. സോ സപ്പോസ് നമ്മളിവിടെ ക്ലോത്തിങ് പീസസിലാണ് കൊടുക്കുന്നതെങ്കിൽ പീസസ് എന്നതിൽ PCS കൊടുക്കുക. ഇവിടെ പീസസ് എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും പാക്കാണോ പീസസ് ആണോ എന്നുള്ളത്. ഇവിടെ പീസസ് കൊടുക്കുന്നു. നമ്പർ ഓഫ് ഡേയ്സിന് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ഞാൻ ഇവിടെ 0 കൊടുക്കുന്നു. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്തു. സോ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് ചോദിക്കുന്നത് GST ആപ്ലിക്കബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ക്ലോത്തിങ്ങിന് GST ആപ്ലിക്കബിൾ ആണ്. സോ ആപ്ലിക്കബിൾ എന്നുള്ളത് യെസ് കൊടുക്കുന്നു. സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽസ് എന്നുള്ളത് യെസ് കൊടുക്കുന്നു. എന്നിട്ട് അവർ ചോദിക്കുന്നത്, ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്, അത് നമ്മൾ കൊടുക്കുകയാണ്. ഡിസ്ക്രിപ്ഷൻ എന്നുള്ളടത്ത് നമുക്കറിയാം ക്ലോത്തിങ് ആണ്. നമുക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ GSTIN ഒക്കെ നമുക്ക് ക്ലിയർ ടാക്സ് എന്നുള്ള വെബ്സൈറ്റിലൊക്കെ നമ്മൾ HSN കോഡ് വൈസ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് വരും. അവിടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, HSN ഉണ്ടാവും. സോ ഇവിടെയാണ് HSN ഉള്ളത്. HSN SAC എന്നുള്ളത് സർവീസിന് ബാധകമാകുന്നതാണ്. HSN എന്നുള്ളത് ഗുഡ്സിന് ബാധകമാകുന്നതാണ്. HSN എന്നത് ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻ ക്ലാച്ചർ, ഇൻ്റർനാഷണൽ അപ്രൂവ്ഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് നമ്പറിങ് സിസ്റ്റം ആണുള്ളത്. ഓക്കെ, ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് നോർമലി ഉണ്ടാവല് ഇൻ്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള നെയിമാണുള്ളത്. നമുക്ക് അത് തന്നെ കൊടുക്കണമെന്നില്ല. ഞാനിവിടെ തൽക്കാലം ക്ലോത്തിങ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം HSN കൊടുക്കുന്നു. ക്ലോത്തിങ്ങിൻ്റെ HSN 6201. നിങ്ങൾ അത് മാറും, ചിലത് ഐറ്റത്തിനനുസരിച്ച് മാറും. ഞാനിവിടെ 6201 ഞാൻ ഉദ്ദേശിച്ച ഈ ക്ലോത്തിങ്ങിന് 6201 എന്ന് കൊടുത്തു. ഈ നോൺ GST ഗുഡ്സ്, ഈ GST ഇല്ലാത്ത ഗുഡ്സ് ആണോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാം നമുക്ക് GST ഉള്ള ഗുഡ്സ് തന്നെയാണ്. അപ്പോൾ അവിടെ നോ തന്നെയാണ് കൊടുക്കേണ്ടത്. പിന്നെ ടാക്സ് ഡീറ്റെയിൽ കാൽക്കുലേഷൻ ടൈപ്പ് 2 എണ്ണം ഉണ്ട്. ഓൺ ഐറ്റം റേറ്റ് ഉണ്ട്, ഓൺ വാല്യൂ ഉണ്ട്. ഞാനിവിടെ ഐറ്റം റേറ്റ് എടുക്കുന്നു. ഐറ്റം റേറ്റ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഐറ്റം റേറ്റ് എന്താണെന്നുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഐറ്റം റേറ്റ് എന്ന് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കറിയാം ക്ലോത്തിങ് ഇന്ത്യയിൽ GST എന്ന് വെച്ചാൽ അപ് ടു 1000 rupees വരെയുള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ 5% ആണ് ടാക്സ്. എബവ് 1000 ആണെന്നുണ്ടെങ്കിൽ 12% ആണ് ടാക്സ് വരുന്നത്. സോ ഞാനിവിടെ അപ് ടു എന്നുള്ളിടത്ത് 1000 കൊടുത്തു. ടാക്സ് ടൈപ്പ് ടാക്സബിൾ ഗുഡ്സ് ആണ്. ഇൻ്റഗ്രേറ്റഡ് ടാക്സ് നമുക്കറിയാം 5% ആണ് ടാക്സ് റേറ്റ്. സോ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് എന്നുള്ളിടത്ത് 5% കൊടുത്തു. സോ നമുക്കിവിടെ സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും 2.5 ആയിട്ട് വന്നിട്ടുണ്ട്. സോ എൻ്റർ ചെയ്യുന്നു. സെസ് ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കുന്നത്. ഈ സെസ്സും കേരള ഫ്ലഡ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ സെസ് എന്നുള്ളത് ഫോർ എക്സാമ്പിൾ നമുക്ക് 10 lakhൻ്റെ അബവ് ഉള്ള ഗുഡ്സൊക്കെ വാങ്ങുകയാണെങ്കിൽ സെസ് വരും. കോമ്പൻസേഷൻ സെസ്സാണ് അവിടെ. സോ നമുക്കിവിടെ ഈ ക്ലോത്തിങ്ങിന് കോമ്പൻസേഷൻ സെസ് ഒന്നുമില്ല. സോ ഞാൻ 0 ആണ്. കേരള ഫ്ലഡ് സെസ് ഉണ്ടാവും, 5% കേരള ഫ്ലഡ് സെസ് ഇല്ല. അതുകൊണ്ട് ഞാനവിടെ കേരള ഫ്ലഡ് സെസ് കൊടുക്കുന്നില്ല. അടുത്തത് ഗ്രേറ്റർ ദാൻ 10,000 ആണെങ്കിൽ ടാക്സബിൾ ആണ്. അതേപോലെ അതിൻ്റെ ടാക്സ് റേറ്റ് മാറും, 12% ആവും. നമുക്കിവിടെ കാണാൻ പറ്റും സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും 6% ആയിട്ട് വന്നിട്ടുണ്ട്. റേറ്റ് സെസ്സിൽ റേറ്റ് ഒന്നുമില്ല. കേരള ഫ്ലഡ് സെസ് വരും 1% വരും. സോ എൻ്റർ ചെയ്യുന്നു.
പിന്നെ ചോദിക്കുന്നത് ഈസ് റിവേഴ്സ് ചാർജ് അപ്ലൈബിൾ ആണോ എന്നാണ്. എൻ്റെ കേസിലില്ല. നിങ്ങൾ സെക്ഷൻ നോക്കുക, സെക്ഷൻ 9 സബ്സെക്ഷൻ 3 9 സബ്സെക്ഷൻ 4 അതുപോലെ GST ആക്ടിൽ നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക നിങ്ങൾ ഗുഡ്സിന് റിവേഴ്സ് ചാർജ് വരുന്നതാണോ എന്നുള്ളതൊക്കെ നോക്കുക. ഇനെലിജിബിൾ ആണോ എന്ന് ചോദിക്കുന്നത്, ഇതിൻ്റെ ഇൻപുട്ട് ടാക്സ് റേറ്റ് ഇനെലിജിബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. എൻ്റേത് എലിജിബിൾ ആണ്, സോ ഞാനിവിടെ ഒന്നും കൊടുക്കുന്നില്ല. അടുത്തത് ഈ ഐറ്റം ഗുഡ്സ് ആണോ സർവീസ് ആണോ, നമുക്കറിയാം ക്ലോത്ത് എന്നുള്ളത് ഗുഡ്സ് ആണ്, സോ ഗുഡ്സ് സെലക്ട് ചെയ്തു. ഓക്കെ, ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ സപ്പോസ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 12 എണ്ണം കൊടുത്തു. റേറ്റ് 300 രൂപ. ഓക്കെ, എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. സിമെൻ്റ് ആണുള്ളത്, സോ ഞാനിവിടെ സിമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം പ്രൈമറി നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ സർവീസ് കൺസ്ട്രക്ഷൻ ഗുഡ്സ് എന്നൊക്കെ കൊടുക്കാം. യൂണിറ്റ്സ് ഞാനിവിടെ മാറ്റുന്നു, അൾട്ട് സി ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ എന്താ കൊടുക്കുക, ബാഗ്സ് കൊടുക്കുക. സിമെൻറ്റ് ബാഗായിട്ട് കിട്ടും, സോ ബാഗ് എന്ന് കൊടുക്കുന്നു. ബാഗ്സ് സെലക്ട് ചെയ്തു. നമുക്ക് കാണാൻ പറ്റും ഇവിടെ ബാഗ്സ് ആൻഡ് ബാഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ അടിക്കുന്നു. ഇപ്പം യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആയിട്ടുണ്ട്. GST ആപ്ലിക്കബിൾ ആണോ? അതെ, GST ആപ്ലിക്കബിൾ ആണ്. സെറ്റ് ആൾട്ടർ GST ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. യെസ്, സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നേരത്തെ ഉള്ളതുപോലെ സ്ക്രീൻ വന്നിട്ടുണ്ട്. നമുക്കറിയാം സിമെൻറ്റിൻ്റെ HSN കോഡ് 3801 റേറ്റ് 18% ആണ്. സോ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു, സിമെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, സിമെൻറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്തു. HSN കോഡ് കൊടുക്കുന്നു 3801. നോൺ GST ഗുഡ്സ് ആണോ? അല്ല. കാൽക്കുലേഷൻ നേരത്തെ നമ്മൾ കൊടുത്ത ഓൺ ഐറ്റം റേറ്റ് ആണ്. അത് സ്ലാബ് റേറ്റ് ഉള്ളതിനാണ് നമ്മൾ ഐറ്റം റേറ്റ് കൊടുക്കുക. വാല്യൂസിൻ്റെ ബേസിലാണെങ്കിൽ ഓൺ വാല്യൂ കൊടുക്കുക. ഞാൻ ഓൺ വാല്യൂ എടുക്കുന്നു. ടാക്സബിൾ ഗുഡ്സ് ആണോ? അതെ, ടാക്സബിൾ ആണ്. റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആണോ? അല്ല. ഇൻപുട്ട് ഇനെലിജിബിൾ ഇൻപുട്ട് ആണോ? അല്ല. ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് സെക്ഷനൊക്കെ നോക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് എന്നുള്ളടുത്ത് നമുക്കറിയാം 18% GSTയുടെ. ആദ്യം 28% ആയിരുന്നു, പിന്നെ 18% ആയിട്ട് കുറച്ചതാണ്. സോ ഞാനിവിടെ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് എന്നുള്ളത് 18% കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും ഇവിടെ മാറി വന്നിട്ടുണ്ട്. സെസ് സിമെൻറ്റിന് സെസ് ഒന്നുമില്ല. കേരള ഫ്ലഡ് സെസ് വരും 1%. കേരള ഫ്ലഡ് സെസ് B2Bക്ക് ആണെങ്കിൽ ഉണ്ടാവില്ല, B2Cക്ക് ആണെങ്കിലാണ് കേരള ഫ്ലഡ് സെസ് വരിക. സോ നമ്മൾ കേരള ഫ്ലഡ് സെസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളത് ഗുഡ്സ് ആണോ സർവീസ് ആണോ എന്നുള്ളത് നമുക്കറിയാം. സിമെൻറ്റ് എന്നുള്ളത് ഗുഡ്സ് ആണ്, സോ ഗുഡ്സ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൊടുക്കാം 12. സിമെൻറ്റിന് 350 രൂപയാണ് ചാക്കിന് വില എങ്കിൽ 350 കൊടുക്കുക. ഓക്കെ, എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് സ്റ്റോക്ക് ഐറ്റത്തിൽ നമ്മൾ GST റേറ്റ് സെറ്റപ്പ് ചെയ്യാം. നമുക്ക് നോക്കാം, സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കിയാൽ നമ്മുടെ സിമെൻറ്റ് ക്ലോത്തിങ് എന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റോക്ക് ഐറ്റത്തിന് നമ്മൾ GST ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാം. നമുക്ക് GST ഡീറ്റെയിൽസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ GST റേറ്റ് സെറ്റപ്പ് ചെയ്യാൻ കൊടുക്കുക. ഒരു ഗുഡ്സ് ആണ് ഉള്ളത് എങ്കിൽ, നമ്മൾ മൾട്ടിപ്പിൾ ഗുഡ്സ് ആണ് സെല് ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സർവീസ് ആണ് സെല് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഈ സ്റ്റോക്ക് ഐറ്റത്തിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് GST ടാലിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.